ഹലോ ഗൈസ്, എല്ലാവർക്കും മമ്മൂസ് വ്ലോഗ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ എന്താ ഇങ്ങനെ ഇരിക്കുന്നതെന്നായിരിക്കും, വേറൊന്നുമില്ല. ഞാൻ കടയിലാണ്. അപ്പോൾ ഇതാ കട അടയ്ക്കാറായി, സമയം 7:30 ആവാറായി. അപ്പോൾ ഞാൻ അടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്നാൽ പിന്നെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാത്രിത്തെ ഒരു ചെറിയൊരു വീഡിയോ ആക്കാമല്ലോ. അപ്പോൾ ഞാൻ എന്തായാലും ഒരു കാര്യം ചെയ്യട്ടെ, കടയൊക്കെ അടച്ചിട്ട് നമുക്ക് പോവാം. അപ്പോൾ ഞാൻ ഇറങ്ങി വരുന്ന വഴിയിൽ മീൻ കണ്ടു. അപ്പോൾ ഞാൻ എന്ത് മീനാണ് നോക്കട്ടെ എന്ന് വെച്ചിട്ട് അങ്ങനെ ജസ്റ്റ് വന്ന് നോക്കുമ്പോൾ നല്ല അടിപൊളി കുട്ടി ചൂരയാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, 1.5 കിലോ 100 എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ 100 രൂപയ്ക്ക് വേണ്ട, എന്തായാലും നമുക്ക് വൈകിട്ടേക്ക് മാത്രം മതിയല്ലോ. അപ്പോൾ ഞാൻ 50 രൂപയ്ക്ക് കുറച്ച് ചൂര മേടിച്ചു. നല്ല ചൂരയായിരുന്നു. അപ്പോൾ അതും മേടിച്ചു. നേരെ വരുന്ന വഴി നമ്മളുടെ വീടിൻ്റെ അടുത്ത് നമ്മുടെ കട, ശിവേട്ടൻ്റെ കടയുണ്ടായിരുന്നു, നമ്മൾ പറ്റക്ക് എഴുതുന്ന കട. അപ്പോൾ അവിടെ വന്നിട്ട് എനിക്ക് കുറച്ച് സാധനങ്ങൾ, അങ്ങനെ ഒരുപാട് സാധനമൊന്നും വേണ്ട. ഇവിടുന്ന് പാല് മേടിക്കും, പിന്നെ പച്ചക്കറികളൊക്കെ ഇവിടെ തന്നെ മേടിക്കുക. അപ്പോൾ ഇന്നിപ്പോൾ എനിക്ക് എന്തായാലും ഒന്നും വേണ്ടാന്ന് പറഞ്ഞ് ഞാൻ നേരെ ഒരു പാക്കറ്റ് പാലെടുത്തു. പിന്നെ അതുപോലെ കറി വയ്ക്കാൻ മീൻ മുളകിടാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. അപ്പോൾ ഞാൻ ശരിയെന്ന് പറഞ്ഞിട്ട് മുളകിടാൻ കുറച്ച് വെളുത്തുള്ളി ഇല്ല. അപ്പോൾ ഞാൻ ഒരു കൂട് വെളുത്തുള്ളി, ഒരു കൂട് ചെറിയൊരു സ്മോള് അത് നോക്കി ഒന്നെടുത്തു. വെളുത്തുള്ളിക്കൊക്കെ നല്ല വിലയാണ് ഗൈസ്. ഇപ്പോൾ അതുകൊണ്ട് ഞാൻ കൊഞ്ചും വെളുത്തുള്ളി ഒരു വെളുത്തുള്ളി, പിന്നെ അതുപോലെ ഒരു ഇഞ്ചി. ചൂര മുളകിടുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായി ചതച്ചിട്ടാൽ കുറച്ച് ടേസ്റ്റ്, വേറൊരു ടേസ്റ്റ് ആയിരിക്കും. ചൂരയ്ക്കൊരു പ്രത്യേകതരം ടേസ്റ്റാണത്. അപ്പോൾ അതുകൊണ്ട് അതും എടുത്തു. പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നും എടുത്തില്ല, അത് മാത്രമേ എടുത്തുള്ളൂ. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു, ടാറ്റാ ബൈ ബൈ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് വന്ന് നോക്കുന്ന സമയത്ത് കുട്ടികളൊക്കെ എൻ്റെ വണ്ടീൻ്റെ സൗണ്ട് കേട്ടതും പുറത്തേക്ക് വന്നു. ജുഗുറു ഇതാ നിൽക്കണു, ചിന്നുണ്ട്, അമ്മുണ്ട്, പിന്നെ നമ്മുടെ ചെള്ളിക്കുട്ടി ഉറങ്ങിയെന്ന് പറഞ്ഞു ജുഗുറു. അപ്പോൾ പിന്നെ ഞാനിതാ സാധനങ്ങളൊക്കെ അമ്മുക്കുട്ടിൻ്റെ കയ്യിൽ അങ്ങോട്ട് കൊടുക്കും. എപ്പോഴും അങ്ങനെയാണ്, വന്നു കഴിഞ്ഞാൽ അമ്മുവും ജുഗുറും വേഗം ഓടി വെളിയിലേക്ക് വരും, അങ്ങനെയാണ്. അപ്പോൾ ഞാൻ അവൻ്റെ കയ്യിൽ സാധനമൊക്കെ കൊടുത്തു. പിന്നെ കുറച്ച് സോയാബീനും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വണ്ടിയിൽ നിന്ന് അത് കൊടുത്തു. സോയാബീന് നമ്മുടെ ജുഗ്രുവിന് ഭയങ്കര ഇഷ്ടമാണ്, അത് ചില്ലിയാക്കണത്. സോയാബീൻ എങ്ങനെ ചെയ്ത് കൊടുത്താലും അവൻ കഴിക്കും, അത്രയ്ക്ക് അവന് ഇഷ്ടമാണ് അത്. അപ്പോൾ സ്കൂളിലേക്കൊക്കെ പോകുമ്പോൾ രാവിലെയൊക്കെ എളുപ്പത്തിന് ചെയ്യുന്നത്, എനിക്കത് എളുപ്പപ്പണിയായി, അവനത് മതിയും ചെയ്യും. പിന്നെ അവന് സോയാബീൻസ് അവന് ഹാപ്പി. പിന്നെ അവൻ ഓരോ കാര്യങ്ങളും ഇങ്ങനെ എൻ്റെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, മമ്മി എങ്ങനെയെന്നുണ്ട്. ഞാൻ അതൊക്കെ കേട്ട് അതൊക്കെ വണ്ടിയിൽ നിന്ന് സാധനങ്ങളൊക്കെ എടുത്ത് എന്ത് ചെയ്തു, അകത്തേക്ക് പോവാന്ന് വിചാരിച്ചു. അപ്പോൾ ജുഗ്രു എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പം ഞാൻ അതൊക്കെ കേട്ട് അങ്ങനെ ഉള്ളിലേക്ക് പോവാണ്. അപ്പോൾ അവന് കളറിങ് ഞാൻ അമ്മൂന് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനും വേണം പറഞ്ഞു. അപ്പോൾ ഞാൻ മേടിച്ചില്ലാന്ന് പറഞ്ഞു. പിന്നെ നമ്മുടെ ചൊല്ലിക്കുട്ടി ഇതാ അവിടെ സിറ്റ് ഔട്ടിൽ ഉറങ്ങുമായിരുന്നു. സീറ്റ് ഔട്ടിലല്ല, ഹാളിൽ ഉറങ്ങുമായിരുന്നു. അപ്പം ഞാൻ അവനെ ഉറങ്ങട്ടെ എന്ന് പറഞ്ഞിട്ട്, പിന്നെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കാൻ പോകുന്ന സമയത്ത് അവനെ വിളിച്ച് അവൻ എണീക്കും, എന്നിട്ട് ഭക്ഷണം കഴിക്കും. അപ്പോൾ അവൻ 6 മണിയാകുമ്പോൾ ഉറങ്ങിയതാണെന്ന് പറഞ്ഞു അമ്മ. അപ്പം ഞാൻ എന്ത് ചെയ്യുക, പോയി ഒന്ന് റെഡി ആവട്ടെ, മേലൊക്കെ കഴുകിയിട്ട് ഒന്ന് ഫ്രഷായി വന്ന് നമുക്ക് നമ്മുടെ കറിയും കാര്യങ്ങളൊക്കെ വെക്കണമല്ലോ. അപ്പം ഞാൻ നേരെ കിച്ചണിലേക്ക് പോകാമെന്ന് വെച്ചു. അമ്മ എന്നെ കൊണ്ട് എന്താ പറയുന്നത് അറിയോ, മമ്മി ഞാൻ ഡ്രസ്സ് മാറ്റട്ടെ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്തിനാണ്, വേണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ അതിനെക്കുറിച്ച് സംസാരിച്ചു. അപ്പോൾ കിച്ചണിലേക്ക് വന്നപ്പോൾ ദോശ ഉണ്ടാക്കിയ പാത്രങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ട്. ചോറ് ആദ്യം ഉണ്ടാകാൻ നോക്കി. അപ്പോൾ നോക്കിയപ്പോൾ ചോറ് വെക്കണ്ടല്ലോ, അല്ലെങ്കിൽ പിന്നെ അതൊരു പണിയാണ്. പിന്നെ രാവിലെ കയ്പ്പയ്ക്ക പുളിയെ വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇളകിയിട്ടില്ല, ആരും കഴിച്ചിട്ടില്ല കയ്പ്പയ്ക്ക പുളി, അപ്പോൾ അതുണ്ട്. പിന്നെ രസം ഉണ്ടായിരുന്നു, അത് കുറച്ചുണ്ട് രസം. പിന്നെ രാവിലെ ദോശയ്ക്ക് ഉണ്ടാക്കിയ ചമ്മന്തി, രണ്ട് ചമ്മന്തി ഉണ്ടാക്കും ദോശയ്ക്ക്. എപ്പോഴും വെറും പച്ചമുളകും ഉള്ളിയും പിന്നെ തക്കാളിയും പച്ചമുളകും അങ്ങനെയൊക്കെ ഉള്ള ഒരു ചമ്മന്തി ഉണ്ടല്ലോ, റെഡ് കളർ ചമ്മന്തി, അതും ഉണ്ട്. അപ്പോൾ ശരി, എന്തായാലും ദോശ എന്തായാലും ഉണ്ടാക്കില്ല, ഇനി ആ ചമ്മന്തിയൊക്കെ കളയുക തന്നെയാണ്, വേറെ വഴിയില്ല.
അപ്പോൾ മീൻ മേടിച്ചല്ലോ, അപ്പോൾ എല്ലാവരും ചോറേ കഴിക്കുള്ളൂ. അപ്പോൾ ഞാനിതൊക്കെ എടുത്തങ്ങോട്ട് മാറ്റി ഇനി മീൻ നേരെയാക്കണമല്ലോ. അപ്പോൾ മീൻ നേരെയാക്കാൻ വേറെ പാനൊക്കെ എടുത്ത് മീൻ നേരെയാക്കാൻ വേണ്ടി പോവുകയാണ്. ഞാൻ എന്തായാലും മീൻ നേരെയാക്കുന്ന വീഡിയോസൊന്നും ഇടുന്നില്ല, കാരണം ഇതൊക്കെ ഇടാൻ ഒരുപാട് സമയമാവും. പിന്നെ അപ്പോൾ ഞാൻ എന്തായാലും വേഗം മീൻ നേരെയാക്കി കറി വെക്കാമെന്ന് വെച്ചിട്ട് അതിന് പോവുകയാണ്. അപ്പോൾ ഒരു ദിവസം ഞാൻ ചൂര മുളകിടുന്നത് കാണിച്ചു തരാം. എല്ലാവർക്കും അറിയാം, എങ്കിലും എൻ്റെ രീതിയിൽ ഞാൻ എങ്ങനെയാണെന്നുള്ളത് ഒരു വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. ഓക്കെ ഗായ്സ്, അപ്പം ഞാനൊരു കാര്യം ചെയ്യട്ടെ, ചൂരയൊക്കെ നേരെയാക്കിയിട്ട് വരാം. നേരെയാക്കി ഇനി മുളകിടുന്ന സമയത്ത് നമുക്ക് കാണാം. അങ്ങനെ എൻ്റെ ചൂരക്കറി റെഡിയായി. ഞാൻ വേറെ ഒന്നും കാണിച്ചില്ല, വേഗം ഞാൻ കറി റെഡിയാക്കാമെന്ന് വെച്ചിട്ടേ. അപ്പോൾ ഗായ്സ്, ചൂരക്കറി തിളച്ചുകൊണ്ടിരിക്കുന്നു, മുളകിട്ടാണ്. അപ്പോൾ അത് തിളക്കട്ടെ. ഫ്രൈ ചെയ്യാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഫ്രൈ ചെയ്യണം. പിന്നെ നമ്മളിതാ ചൂരമീൻ ഫ്രൈ ചെയ്യാൻ തുടങ്ങി. ചൂര വളരെ ചെറുതാണ്, കുട്ടി ചൂരയാണ്. അപ്പോൾ അതിനെ കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ട് ഞാൻ ഫ്രൈ ചെയ്യാൻ വെച്ചു. പിന്നെ നമ്മുടെ മുളകിട്ട കറിയൊക്കെ റെഡിയായി. നല്ല ആവി വിറക്കണ മുളകിട്ട മീൻ കറി, അടിപൊളി കറി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ചൂരമീൻ. മത്തിനെക്കാട്ടും ഇഷ്ടം എനിക്ക് ചൂരമീനാണ്. പിന്നെ നമ്മുടെ കയ്പ്പക്ക കറി ഉണ്ട്. ഇനിയിപ്പോൾ ഇതൊന്നും വേണ്ടല്ലോ ആയിരിക്കും. കയ്പ്പക്ക കറി വേണ്ട. ഞാൻ രാവിലെ വെച്ചതൊക്കെ ചൂടാക്കി. അങ്ങനെ രസമുണ്ട് അവിടെ. പിന്നെ ഞങ്ങൾ എന്തായാലും ഏട്ടൻ വരാൻ വൈകും ചെയ്യും. അപ്പോൾ പിന്നെ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ചോറുണ്ണാമെന്ന് പറഞ്ഞിട്ട് ഞാനിതാ ചോറുണ്ണാൻ വേണ്ടി പോവുകയാണ്. ആദ്യം അമ്മക്കുട്ടിക്ക് ഇട്ടു, പിന്നെ എനിക്കും. പിന്നെ ജുഗ്രു ഇപ്പോൾ വേണ്ട, കുറേ കഴിഞ്ഞിട്ട് മതി എന്ന് പറഞ്ഞു. അപ്പോൾ ശരി, അവനിങ്ങനെ നല്ല ചൂടോടെയൊന്നും കഴിക്കില്ല, നല്ല ചൂടാറിയതിന് ശേഷം കഴിക്കില്ല. അപ്പോൾ അവന് ഞാൻ വേറൊരു പ്ലേറ്റിലിട്ട് മാറ്റിയിട്ടു. എന്നിട്ട് നല്ല ചൂടാറിയതിന് ശേഷം അവൻ പതുക്കെ കഴിക്കുള്ളൂ. അപ്പോൾ ഞാനൊന്നും കഴിക്കാമെന്ന് വെച്ചു. ചെള്ളിക്കുട്ടിക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അവൻ എണീറ്റിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് കൊടുക്കാമെന്ന് വെച്ച് പിന്നെ അങ്ങനെ ഇരുന്നു. അപ്പോൾ ഞാനിതാ അമ്മുക്കുട്ടിക്ക് കറി ഇടണു. അമ്മുക്കുട്ടി മീനൊന്നും കഴിക്കില്ല കറിയിൽ. അപ്പോൾ അവൾക്ക് ആദ്യം പറഞ്ഞു കറി മാത്രം മതി എന്ന് പറഞ്ഞു, ഫ്രൈ കഴിക്കും. അപ്പോൾ ശരി എന്ന് പറഞ്ഞിട്ട് അവൾക്ക് അങ്ങനെ ഇട്ട് കൊടുത്തു. പിന്നെ രസം വേണമെന്നൊക്കെ ചോദിച്ചപ്പോൾ അവൾക്ക് പിന്നെ അതൊന്നും വേണ്ട. അപ്പോൾ പിന്നെ എനിക്കെടുത്തു. ജുഗ്രൂനിട്ട പ്ലേറ്റ് ആയിരുന്നു അത്. പിന്നെ അവൻ എനിക്കിപ്പോൾ വേണ്ടാന്ന് പറഞ്ഞപ്പോൾ പിന്നെ ശരി ഞാൻ കഴിക്കാം അമ്മൂൻ്റെ കൂടെ എന്ന് പറഞ്ഞിട്ട് പിന്നെ എനിക്ക് എടുത്തു. എനിക്ക് മീനൊക്കെ വേണം. അപ്പോൾ എനിക്ക് മീൻ എടുത്തപ്പോൾ അമ്മ അമ്മ അത് പ്ലേറ്റിലിടുന്നുണ്ടപ്പോൾ എന്നാൽ പിന്നെ മമ്മി എനിക്ക് ഇട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ശരി നീയും കഴിച്ചു വന്നാൽ എന്നിട്ട് അവൾക്ക് ഇട്ട് കൊടുത്തു. അപ്പം ഞാനും അമ്മക്കുട്ടിയും കഴിക്കട്ടെ. കഴിച്ചിട്ട് എങ്ങനെയുണ്ട് എന്ന് പറയാം. നല്ല അടിപൊളി മുളകിട്ട ചൂരമീൻ കറിയും രസമുണ്ട്. ഞാൻ കുറച്ച് രസം, എനിക്ക് മീൻ വറുത്തതിൽ രസം കൂട്ടി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ എവിടെ ഒഴിക്കും നോക്കിയപ്പോൾ കുഞ്ഞി സ്പേസ് ഉണ്ട്. ശരി അതിലിടാന്ന് പറഞ്ഞിട്ട് കുറച്ച് രസം അതിലൊഴിച്ചു. രസം എന്ന് പറഞ്ഞാൽ ഞാൻ കുറേ കുരുമുളക് ഇട്ടിട്ട് നമ്മൾ കുരുമുളക് കറി വയ്ക്കില്ല, അതുപോലെ വെച്ചതാണ്. അപ്പോൾ അതുമുണ്ട്. അപ്പം ഞാനും ചോറിനെയൊക്കെ നന്നായി അങ്ങോട്ട് കൂട്ടി കുഴച്ച് കഴിക്കട്ടെ. നല്ല ചൂടുണ്ടായിരുന്നു. ഒന്നാമത് ഞാൻ വന്നിട്ട് എല്ലാം ചൂടാക്കിയതാണ്. എല്ലാം പറഞ്ഞാൽ ചോറ് ചൂടാക്കി, പിന്നെ കറിയൊക്കെ ഇപ്പോൾ വെച്ച് ഇറക്കിയല്ലോ. അപ്പോൾ ചൂടോടെ കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ്. അപ്പോൾ ശരിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാനിതാ മീൻ വറുത്തതും കുറച്ച് മീൻ കറിയിൽ മീനും എല്ലാം കൂടി കുറച്ച് ഈശ എടുത്തിട്ട് ഇങ്ങനെ കഴിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ അവിടേക്ക് എന്താ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ. ഞങ്ങളുടെ അവിടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ എല്ലാവരും പറയും കർക്കിടക മാസത്തിൽ വെജിറ്റേറിയൻ ആയിക്കൂടെ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ടാവും. പക്ഷെ എന്നാലും നമുക്ക് കർക്കിടക മാസം ഒന്നൊരു വിഷയമല്ല. നമ്മൾ മീനും കഴിക്കും, ചിക്കനും കഴിക്കും. കുറേയായി. പിന്നെ നല്ല മീനും കിട്ടിയിട്ട് കുറേയായി. അപ്പോൾ ഇതിപ്പോൾ നല്ല മീൻ കണ്ടപ്പോൾ വേഗം മേടിച്ചാണ്. അപ്പം ഞാനൊരു കാര്യം ചെയ്തു, രസവും കൂട്ടി ഒന്ന് കഴിച്ചു നോക്കട്ടെ എന്നുകൊണ്ട് പിന്നെ രസവും കൂട്ടി ഒന്ന് കഴിച്ചു നോക്കി. അത് സൂപ്പറായിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മുക്കുട്ടി കഴിച്ചുകൊണ്ടിരിക്കണം. അമ്മുക്കുട്ടി രസമൊന്നും കഴിച്ചിട്ടില്ല, മീൻ കറിയും മീൻ വറുത്തതും അവൾക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അവൾ കഴിക്കട്ടെ. ഞാനിങ്ങനെ കഴിച്ചിരിക്കും. സൂപ്പറായിട്ടുണ്ട് ഗൈസ്. കുട്ടിച്ചൂര നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഫ്രൈ ചെയ്തതിൽ കുറേ വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ടാണ് ഞാൻ ഫ്രൈ ചെയ്തു. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ.
അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയണത് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഫുഡ് കഴിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണു. അപ്പോൾ ഞാനിപ്പോൾ ഫുഡ് കഴിക്കാൻ ഞങ്ങളിപ്പോൾ ഒരു 9-9:30 ആയി ഗൈസ്. പിന്നെ ജുഗ്രുവിന് ഇപ്പോൾ ഞാൻ കഴിച്ച് കഴിഞ്ഞിട്ട് മതി എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ശരി, ഞാൻ കഴിക്കട്ടെ, എനിക്കും വിശന്നു. ഞാൻ ഉച്ചയ്ക്ക് കഴിച്ചതാണ്. ഞാൻ കൊണ്ടുപോയി ലഞ്ച് ബോക്സിൽ കൊണ്ടുപോകണം, ആ കുറച്ച് ചോറല്ലേ കഴിക്കുള്ളൂ. അപ്പോൾ എനിക്ക് നല്ല വിശപ്പായി. അപ്പം ഞാനും അമ്മയും കൂടിയിട്ട് വേഗം കഴിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കണം. നല്ല ടേസ്റ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ്. അപ്പം നാളെ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കൂ. മഴയൊക്കെയാണ്. അപ്പോൾ ഞാനങ്ങനെ ആസ്വദിച്ചിട്ട് ഭക്ഷണമൊക്കെ കഴിക്കട്ടെ. അപ്പോൾ ഞാൻ ടാറ്റ പറയുന്നുണ്ട്, ജുഗ്രു വന്ന് നോക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, ഗുഡ് നൈറ്റ്.